വാർത്ത. AK ശശീന്ദ്രൻ മന്ത്രിസ്ഥാനത്ത് തുടരട്ടെ എന്ന CPM സംസ്ഥാന നേതൃത്വം തീരുമാനിക്കുന്നു. സംസ്ഥാന നേതൃത്വത്തിൻ്റെ നിലപാട് ദേശീയ ലീഡർഷിപ്പിനെ അറിയിച്ചു കഴിഞ്ഞു. വിവരങ്ങളുമായി ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, യഥാർത്ഥത്തിൽ ഇതിലൊരു വലിയ ചോദ്യം ഉയർന്നിട്ടുണ്ട്. അതായത് NCPയുടെ ആഭ്യന്തര പ്രശ്നം CPM ആണോ തീരുമാനിക്കേണ്ടത്? അതായിരിക്കുമല്ലോ അവരെ പ്രകോപിപ്പിക്കാൻ പോകുന്നത്. SKN, ഗുഡ് മോർണിംഗ്. തീർച്ചയായും NCPയിലെ ആഭ്യന്തര പ്രശ്നത്തിൽ ഇപ്പോൾ CPM ഇടപെട്ട് അഭിപ്രായം പറയുകയും തീരുമാനമെടുക്കുകയും ചെയ്യേണ്ട സ്ഥിതിയാണ്. അതിന് കാരണം NCPയുടെ നേതാക്കൾ തന്നെയാണ്. NCPയിൽ രണ്ട് ചേരികളായി തിരിഞ്ഞ് മന്ത്രിസ്ഥാനത്തിന് വേണ്ടി പോരടിക്കുകയാണ്. ഒരു ഭാഗത്ത് സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോയും മറുഭാഗത്ത് മന്ത്രി AK ശശീന്ദ്രനും. അതുകൊണ്ട് തന്നെ PC ചാക്കോയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഇടപെടലിനെതിരെ ശക്തമായ ഒരു എതിർപ്പ് ശശീന്ദ്രൻ നടത്തുന്നുണ്ട്. ശശീന്ദ്രൻ്റെ ഒപ്പമാണ് CPM നേതൃത്വമെന്നാണ് നമുക്ക് ഈ തീരുമാനത്തിൽ മനസ്സിലാകുന്നത്. ശശീന്ദ്രനെ മാറ്റി തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് PC ചാക്കോയും തോമസ് കെ തോമസും കഴിഞ്ഞ ദിവസം ഡൽഹിയിലെത്തി ദേശീയ അധ്യക്ഷൻ ശരത് പവാറിനെ കണ്ടത്. ആ ചർച്ചയിലേക്ക് CPIMൻ്റെ പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ടിനെ ക്ഷണിച്ചിരുന്നു. അങ്ങനെ പ്രകാശ് കാരാട്ടിനോട് കാര്യങ്ങൾ ഇടപെടണമെന്ന് പവാർ അഭ്യർത്ഥിച്ചു. ഇതനുസരിച്ചാണ് സംസ്ഥാന നേതൃത്വത്തോട് അഭിപ്രായം ചോദിച്ചത്. ഇതിന് മറുപടിയായാണ് ശശീന്ദ്രൻ മന്ത്രിസ്ഥാനത്ത് തുടരുന്നതാണ് നല്ലത്, തോമസ് കെ തോമസിനെ മന്ത്രിയാക്കിയാൽ മറ്റ് വിവാദങ്ങൾ വീണ്ടും വരും എന്ന മുന്നറിയിപ്പ് CPM നേതൃത്വം ദേശീയ നേതൃത്വത്തെ അറിയിച്ചത്. അതുകൊണ്ട് തന്നെ ശരത് പവാറിൻ്റെ തീരുമാനം ഇനി എന്താണെന്നാണ് അറിയാനുള്ളത്. NCPയുടെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെടുന്നതിൽ പ്രകോപിതരായി ഒരുപക്ഷെ AK ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് പിൻവലിക്കാനുള്ള തീരുമാനത്തിലേക്ക് പോകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. SKN.